ാണ് അതേസമയം കോവളം ചൊവ്വരയിൽ 155-ാം ബൂത്തിൽ റീപോളിംഗ് വേണമെന്ന ആവശ്യം ഉയർന്നാൽ അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പീപ്പിളിനോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമത്വം നടക്കില്ലെന്നും ടിക്കാറാം മീണ പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, ഈ ഒരു സംഭവം വളരെ വലിയൊരു ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ചൊവ്വരയിൽ നടന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ പ്രതികരിച്ചിരിക്കുന്നത്? അദ്ദേഹം എന്താണ് പറയുന്നത്? തിരുവനന്തപുരം കോളമടക്കമുള്ള ചില സ്ഥലങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചതിന് ശേഷം ചില ആശങ്കകൾ പുതിയതായി രൂപപ്പെട്ടിരിക്കുന്നു. ചില ഒരു പർട്ടിക്കുലർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെ ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് വോട്ട് പോകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ നമ്മളോടൊപ്പം ചേരുന്നു. സർ, ഇപ്പോൾ ഇത്തരത്തിൽ ചില ഒരു വാർത്ത പുറത്തു വരുന്നു. കോവളം ചൊവ്വരയിലെ ഒരു 151-ാം ബൂത്തിൽ നിന്ന് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നു എന്നതാണ് ആക്ഷേപം. എന്താണ് സാറിൻ്റെ ഒരു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ മാറ്റിയിട്ട് മറ്റേ മെഷീൻ ഉപയോഗിക്കേണ്ടതാണ്. കളക്ടർ അത് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ എനിക്ക് കൂടുതൽ പറയാൻ അത് സാധിക്കുകയില്ല. കാരണം ഇതിന് മുഴുവൻ വശങ്ങൾ അത് നോക്കേണ്ടത് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ, പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറാണ് അവിടെ നോക്കുന്നത്. ഈ 3 ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് ഈ പരാതി അത് ശരിയാണോ എന്ന് തോന്നുന്നില്ല. കാരണം കളക്ടർ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഏതെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ വോട്ടിംഗ് മെഷീനിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് വരാനുള്ള വിദൂരമായ സാധ്യത പോലും ഇല്ല എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ക്രമക്കേട് എന്ന് പറയുമ്പോൾ അത് തികച്ചും തെറ്റാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, മഴ പെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ മെഷീൻ്റെ ഹ്യൂമിഡിറ്റി കയറുമ്പോൾ ഇതിൽ പ്രശ്നം വരാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ മുൻകൂട്ടി അത് കണ്ടിട്ടുണ്ട്. പുതുമ ഇതിലൊന്നുമില്ല. ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ ചില മെഷീനുകളുടെ കേടുപാടുകൾ വരും. അതിൽ ഒരു സംശയം കൂടെ ചോദിച്ചിട്ട്, നിലവിൽ 75 വോട്ടുകൾ ചെയ്തതിനു ശേഷം 76ാമത്തെ വോട്ട് ചെയ്തപ്പോഴാണ് ഈ ഇഷ്യൂ ഉണ്ടായത്. നിലവിൽ ഈ മെഷീൻ ഇനി പോളിംഗിന് ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ അത് മാറ്റിയാൽ നിലവിൽ ചെയ്ത 75 വോട്ടുകൾ ഒരിക്കൽ കൂടി പോൾ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഒരുക്കുമോ? അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെഷീൻ മാറ്റിയിട്ടുണ്ടാവും. നിയമമാണ്, വളരെ ശക്തമായ നിയമം. ആ മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് വന്നാൽ അത് രണ്ടാമത്തെ മെഷീൻ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിച്ചിട്ടുണ്ടാവും അവർ. അത് നിർദ്ദേശമുണ്ട്. അതിൽ ചെയ്ത വോട്ടുകൾ ഇനി എന്താണ്? ചെയ്ത വോട്ട് അത് പരിശോധിക്കാം, നോക്കാം അത് എങ്ങനെയാണ് വന്നത്. അത് പിന്നെ ഈ കൗണ്ടിങ് നടക്കുമ്പോൾ അത് മാറ്റിവെക്കും. ആ മെഷീൻ കൗണ്ടിങ് ചെയ്യുമ്പോൾ അത് ഒരു ആക്ഷേപം വരികയാണെങ്കിൽ ആ ബൂത്തിലേക്ക് മാത്രമായി ഒരു റീപോളിംഗ് നടത്താനുള്ള ഇത് പരിശോധിച്ച് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കും. ഈ പരാതിയിൽ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ യുക്തമായ തീരുമാനം അതിൽ എടുക്കും. പക്ഷേ രാവിലെ പല സ്ഥലത്തും ഇത്തരത്തിൽ പലയിടത്തും പോളിംഗുകൾ തടസ്സപ്പെടുന്നു മറ്റ് ചില കാരണങ്ങൾ, സാങ്കേതിക കാരണങ്ങളാൽ. അവിടെ എല്ലാം അതിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മാർഗങ്ങളുണ്ടോ? വളരെ നന്നായിട്ട് ഇപ്പോൾ സ്മൂത്തായിട്ട് പോളിംഗ് മുഴുവൻ സംസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതുവരെ കിട്ടിയ കണക്കനുസരിച്ച് ഏകദേശം 13-14% വരെ പോളിംഗ് ആയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട്, വളരെ നന്നായിട്ട് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. രാത്രിയിൽ മഴ പെയ്തുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ. എന്നാലും എല്ലാ ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തകരാറ് കുറച്ച് സ്ഥലങ്ങളിൽ സംഭവിക്കും. 24,970 ബൂത്ത്സാണ്. അപ്പോൾ കുറച്ച് 1-2% പോളിംഗ് ബൂത്ത്സിലെ മെഷീനിൽ തകരാറ് വരാൻ സാധ്യത ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരുപാട് റിസർവ് മെഷീൻസ് ഉണ്ട്, VVPAT-ഉം EVM-ഉം. അത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം എന്തെങ്കിലും തകരാർ സംഭവിക്കുമ്പോൾ അത് പകരം ഒരു മെഷീൻ അവിടെ വേണ്ടതാണ്. അപ്പോൾ അതാത് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാർ അവിടെ തീരുമാനം എടുക്കുന്നുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ടിക്കാറാം മീണ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇപ്പോൾ നിലവിൽ അടിസ്ഥാനമില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു ആക്ഷേപം ഉയർന്നു വരികയാണെങ്കിൽ വേണമെങ്കിൽ രണ്ടാമത് പോളിംഗ് അടക്കം ആവശ്യമുണ്ടെങ്കിൽ താനത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അറിയിക്കും. ഏതെങ്കിലും അട്ടിമറിയുടെ ഒരു വിദൂരമായ ലാഞ്ചനയോ സൂചനയോ പോലും ഇപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ടിക്കാറാം മീണയുടെ ഓഫീസിൽ നിന്നും ക്യാമറമാൻ ഷാജിലക്കൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.